പോലീസിനും ബി.ജെ.പിക്കുമെതിരെ ഒരു കിടിലൻ തെളിവുമായി വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പോലീസുകാർ ഗുണ്ടകളാണെന്നുള്ള വാർത്തകൾ പലയിടത്തു നിന്നും ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വരികയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ചർച്ചയായിരിക്കുന്ന ഈ പോലീസ് ക്രൂരത അത് പുറത്തു വരുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തെ തുടർന്നാണ്. 2023 ഏപ്രിലിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിനെ കുന്നംകുളം സ്റ്റേഷനുള്ളിലിട്ട് SIയും പോലീസുകാരും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി ചെവിക്കല്ല് പൊട്ടിച്ചപ്പോൾ അതറിഞ്ഞിട്ടും മൂടിവച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ നാട്ടിലുള്ളത്. എന്നാൽ വർഷം 2 കഴിഞ്ഞിട്ടും അതിൻ്റെ പിന്നാലെ തന്നെ കൂടി നിയമയുദ്ധം നടത്തി ഈ കൊടും ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാണ് ഈ നാടിൻ്റെ പ്രതീക്ഷയെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് സന്ദീപ് വാര്യർ പുറത്തുവിട്ട ചിത്രങ്ങൾ തെളിയിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും പലയിടത്തു നിന്നും അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും അവർ അതിനൊന്നും നിൽക്കാതെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ പോലീസിൻ്റെ വലിയ ക്രൂരതയാണ്. അതാണ് ഇന്ന് കേരളത്തിലെ ഓരോ വീട്ടിലും നടന്ന ക്രൂരതയെക്കുറിച്ച് അല്ലെങ്കിൽ പോലീസ് നടത്തിയ നരനായാട്ടിനെ കുറിച്ച് കേരളം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും പോലീസിൻ്റെ 3-ാം മുറ കിട്ടിയിട്ടുണ്ട്. അടിച്ചവശരാക്കിയും എല്ല് തകർത്തും ജീവച്ഛവമാക്കിയും കൊന്നു തള്ളിയും പിണറായി വിജയന്റെ കീഴിൽ കേരളത്തിൽ അഭിരമിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ മുന്നിൽ കോൺഗ്രസ് പിടിച്ചു നിന്ന് നിയമ പോരാട്ടം നടത്തി വിജയം കൈവരിച്ചപ്പോൾ ഇതേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു BJP നേതാവിന് ക്രൂരമായി അടികിട്ടിയപ്പോൾ, ഇളനീര് മുതുകത്ത് വെച്ച് തല്ലിയപ്പോൾ BJP ചെയ്തത് 10 ലക്ഷം രൂപ വാങ്ങി കീശയിലിട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ഇന്ന് പുറത്തുവിട്ട ചിത്രത്തിൽ നിന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പണത്തിനു വേണ്ടി പലതും പണയം വെക്കാൻ പാർട്ടികൾ തയ്യാറാകുമ്പോൾ പണമുള്ളവന് എന്തും ചെയ്യാം, എന്തും കളിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ BJP. ആ സത്യമാണ് സന്ദീപ് വാര്യർ പുറത്തുവിട്ടത്. ഒരു പാവം BJPയുടെ ലോക്കൽ നേതാവിന് അടികിട്ടിയിട്ട് അത് ചെറിയ രീതിയിലല്ല, ഇളനീർ മുതുകത്ത് വെച്ചാണ് അടിച്ചത്. ശരീരമാകെ തകർന്നു പോയ ആ മനുഷ്യൻ്റെയും പോലീസിൻ്റെയും ഇടയിൽ ഒരു കഴുകനെ പോലെ എത്തിയ BJP നേതൃത്വമാണ് 10 ലക്ഷം രൂപയ്ക്ക് ആ പ്രാദേശിക നേതാവിൻ്റെ മാനം കച്ചവടം നടത്തിയത്. ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് സന്ദീപ് വാര്യർ തന്നെ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ഇതാണ് BJPയുടെ അന്നത്തെ മുനിസിപ്പൽ പ്രസിഡന്റിന് 2018 ഏറ്റ മർദ്ദനത്തിന്റെ ചിത്രമാണ്. ഇളനീര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നടുമുതുകിനെ അടിച്ച അടിയാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്റെ പാടുകൾ കാണാം. BJPയുടെ ഒരു പ്രാദേശിക നേതാവിനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ടും BJPയുടെ തൃശ്ശൂരിലെ നേതാക്കന്മാർ പണം വാങ്ങിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് 10 ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചത് BJPയുടെ തന്നെ കൗൺസിലറാണ്. ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ BJPയുടെ കൗൺസിലർ ബിനു പ്രസാദ് അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞു, 10 ലക്ഷം രൂപ BJP നേതൃത്വം വാങ്ങി BJPയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം, അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി, BJPയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുണ്ടായി. UDFിൻ്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, BJP പണം വാങ്ങി എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല. 10 ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കേവലമായിട്ടുള്ളൊരു ആരോപണമല്ല. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഒരു പരാതി BJPയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 3-ാം മുറയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലെ കേസ് ഒത്തുതീർപ്പാക്കി എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത്. ഞാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട FIR ആണ്. 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR ആണ്. കുന്നംകുളത്തെ മുനിസിപ്പൽ പ്രസിഡന്റായിരുന്ന BJPയുടെ മുനിസിപ്പൽ പ്രസിഡന്റായിരുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തിയെ ഇളനീര് കൊണ്ട്
അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അതിക്രൂരമായിട്ടുള്ള മൂന്നാം മുറയ്ക്ക് മുരളി വിധേയനായി. ആ വിധേയനായ മുരളി ദീർഘകാലം ചികിത്സയും തേടേണ്ടി വന്നിട്ടുണ്ട്. ഈ കേസുമായി തുടക്കത്തിൽ BJP വലിയ ആവേശത്തോടെ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഇന്നലെ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി തന്നെ പറഞ്ഞതുപോലെ 10 ലക്ഷം രൂപ വാങ്ങി ഈ കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കേസ് ക്വാഷ് ചെയ്യപ്പെട്ടത്. ഹൈക്കോടതി ഈ കേസ് കോടതി ഇടപെടലിനെ തുടർന്ന് 326 ആയിട്ട് ഇതിന്റെ വകുപ്പ് മാറ്റിയിരുന്നു. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്ത 324 തന്നെ പോലീസ് ഈ SI ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുത്തു വിട്ടു. ഒരു കേസിൽ 2 തവണ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി എന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് കോടതി 326 ആയിട്ട് ഇത് കേസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോലും 324 ബെയിൽ കൊടുത്തു വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹത്തിന് ഏറ്റ മർദ്ദനം, കൊടിയ മർദ്ദനം, അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സുജിത്തിന് കിട്ടിയ മർദ്ദനത്തേക്കാൾ ക്രൂരമായ മർദ്ദനം. ഞാൻ അതിൻ്റെ ചിത്രമാണ് പുറത്തുവിടുന്നത്. ഇതാണ് BJPയുടെ അന്നത്തെ മുനിസിപ്പൽ പ്രസിഡന്റിന് 2018 ഏറ്റ മർദ്ദനത്തിൻ്റെ ചിത്രമാണ്. ഇളനീര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടുമുതുകിനെ അടിച്ച അടിയാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ പാടുകൾ കാണാം. BJPയുടെ ഒരു പ്രാദേശിക നേതാവിനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ടും BJPയുടെ തൃശ്ശൂരിലെ നേതാക്കന്മാർ പണം വാങ്ങിക്കൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട്, 10 ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചത് BJPയുടെ തന്നെ കൗൺസിലറാണ്.